സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. മരം നിറയെ തണലായിരുന്നു. അതിൻ്റെ കീഴിൽ പലരും വന്നു നിന്നു. ചിലർ വിശ്രമിച്ചു, ചിലർ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടു, ചിലർ പഴങ്ങൾ പറിച്ചു. പക്ഷെ ആരും ആ മരത്തോട് ചോദിച്ചില്ല, നിനക്ക് സുഖമാണോ? അപ്പോൾ ഒരു ചിന്ത വന്നു. ജീവിതത്തിലും ചില ബന്ധങ്ങൾ ഇങ്ങനെയല്ലേ? നമ്മൾ സമയം നൽകും, സ്നേഹം നൽകും, കരുതൽ നൽകും, അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കും, അവരുടെ വിഷമത്തിൽ കൂടെ നിൽക്കും. പക്ഷെ ചിലർക്ക് ഇതെല്ലാം സ്വാഭാവികമായി ലഭിക്കേണ്ട ഒന്നായി മാത്രം തോന്നും. അവർ സ്വീകരിക്കും, പക്ഷേ തിരിച്ചു നൽകില്ല. നമ്മൾ കേൾക്കും, പക്ഷെ അവർ കേൾക്കില്ല. നമ്മൾ ഓർക്കും, പക്ഷേ അവർ ഓർക്കില്ല. നമ്മൾ കരുതും, പക്ഷേ അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉണ്ടാവൂ. ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പലർക്കും ഈ തിരിച്ചറിവ് വരും. ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് ഈ ബന്ധം ഏകപക്ഷീയമായി തോന്നുന്നു? കാരണം സ്നേഹത്തിനും കരുതലിനും ഒരു പ്രത്യേകതയുണ്ട്. അത് നിർബന്ധിച്ച് വാങ്ങാൻ കഴിയില്ല. നമ്മൾ നൽകുന്ന അളവിൽ തിരിച്ചു കിട്ടണമെന്നും നിർബന്ധിക്കാനാവില്ല. ചില മനുഷ്യർ ബന്ധങ്ങളെ ഒരു പങ്കുവയ്ക്കലായി കാണും. ചിലർ അതിനെ ഒരു സൗകര്യമായി മാത്രം കാണും. അവരുടെ ആവശ്യമുള്ളപ്പോൾ അവർ വരും, ആവശ്യം കഴിഞ്ഞാൽ അവർ മാറി നിൽക്കും. അവർക്ക് മറ്റുള്ളവർക്ക് എന്തു വന്നാലും അവരുടെ കാര്യം മാത്രം നടന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നാം. പക്ഷെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠമുണ്ട്. നമ്മുടെ സ്നേഹത്തിൻ്റെ മൂല്യം കുറയുന്നത് മറ്റൊരാളുടെ സ്വാർത്ഥത കൊണ്ടല്ല. ഒരു പൂവ് എല്ലാവർക്കും സുഗന്ധം നൽകുന്നു. അതിൻ്റെ സുഗന്ധം തിരിച്ചറിയാത്തവരുണ്ടെന്നതുകൊണ്ട് പൂവിൻ്റെ വില കുറയുന്നില്ല. അതുപോലെ നമ്മൾ നൽകിയ സ്നേഹവും കരുതലും വെറുതെ ആകുന്നില്ല. അത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രതികരണം അവരുടെ സ്വഭാവത്തെക്കുറിച്ചും. അതുകൊണ്ട് ചിലരെ സ്നേഹിച്ചതിൽ പശ്ചാത്തപിക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം പഠിക്കണം. സ്നേഹിക്കുക എന്നത് സ്വയം മറക്കുക എന്നല്ല. കരുതുക എന്നത് സ്വയം വേദനിപ്പിക്കുക എന്നല്ല. ബന്ധങ്ങൾ സംരക്ഷിക്കണം, പക്ഷെ സ്വന്തം മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല. കാരണം ജീവിതത്തിലെ ഏറ്റവും നല്ല ബന്ധങ്ങൾ രണ്ടുപേരും ചേർന്ന് വളർത്തുന്ന ബന്ധങ്ങളാണ്. നമ്മൾ മാത്രം വെള്ളമൊഴിക്കുന്ന ബന്ധങ്ങളല്ല. അതിനാൽ ചിലരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ലെന്ന് ഒരു നാൾ തോന്നിയാൽ അത് സ്നേഹത്തിൻ്റെ പരാജയമല്ല, അതൊരു തിരിച്ചറിവാണ്. ആരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്നും ആരെയൊക്കെ മനസ്സിൽ നിന്ന് അകറ്റാതെ അല്പം അകലത്തിൽ നിർത്തണം എന്നും ജീവിതം പഠിപ്പിക്കുന്ന ഒരു തിരിച്ചറിവ്. കാരണം എല്ലാ മനുഷ്യർക്കും സ്നേഹം നൽകാം, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഹൃദയത്തിൽ സ്ഥാനം നൽകേണ്ടതില്ല. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.